അപ്പൊ ഞങ്ങൾ ഇന്ന് വേറെ സ്ഥലത്തേക്ക്, കോട്ടയം ജില്ലയിൽ അധികം ആൾക്കാർ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് മുതുകോരമല. അപ്പൊ നിങ്ങൾ ഓർക്കും മുതുകോരമല എവിടെയാണ്? അതായത് നമ്മുടെ ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, കുന്നൂന്നി, ആലന്തറ, നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, മുതുകോരമലയിലേക്ക് പോവാം. ഇവിടെ കുറെ ട്രക്കിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെന്നാ തോന്നണേ. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ശരിക്കും ഞങ്ങളിപ്പം ആലന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. ഞങ്ങൾ ആലന്തറയിൽ മുകളിലേക്ക് മുതുകോരമലയുടെ റോഡിലേക്കും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പശു നമ്മളെ കടത്തിവിടാതെ കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ കണി മോശമാണെന്ന് തോന്നുന്നു, സമ്മതിക്കുന്നില്ല. പശുവേ വലിയ കുഴപ്പമില്ലാന്ന് തോന്നല്ലേ. പോട്ടെ കുത്തല്ലേ. പശുവിനൊരു പേടിയില്ലല്ലോ. നമുക്ക് പേടി. ശരിക്കും വലിയ വളവുകളാണ് കേട്ടോ. റോഡ് ശകലം മോശമാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഭയങ്കര വളവുകളാണ്, വലിയ വളവാ. താഴേക്ക് വലിയ കുഴിയാന്ന് തോന്നല്ലേ. നമ്മൾ ഈ പോണ വഴിക്കുള്ള ഭംഗിയായിട്ട് ഇത് കാണണം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുത്താട്ടോ. നല്ല രസമാണ് കാണാൻ. നല്ല പ്രകൃതി രമണീയമായ നല്ല സൂപ്പർ സ്പോട്ടാട്ടോ അത്. കയറി പോകുന്നതിന് രണ്ട് സൈഡിൽ നമ്മൾ വല്ല വയനാട്ടിലെ ആ ചുരം കയറത്തില്ല, ആ ചുരം കയറുന്ന ഒരു ഫീല് തന്നെയാണ് മുകളിലേക്ക് കയറുമ്പോൾ ഉള്ളത്. ആ സൈഡിലൊരു വ്യൂ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അതായത് നമ്മൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്, മുതുകോരമലയിലേക്ക് കയറുന്ന അവിടെ തന്നെ. ഇനിയിപ്പം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. കുറച്ച് കച്ചവടക്കാരൊക്കെ ഇവിടെ, വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. ആ ബോർഡെ കാണുന്ന 1.5 കിലോമീറ്ററേ ഉള്ളൂ മുകളിലേക്ക് എന്നാണ് കാണുന്നത്. നമുക്ക് പോയി നോക്കാം 1.5 കിലോമീറ്റർ ഉള്ളോ ഇല്ലോ നമുക്കറിയില്ലല്ലോ. കണ്ടോ, 1.5 കിലോമീറ്ററേ മുകളിലേക്കുള്ളതെന്ന് കാണുന്നത്. ഇതാണ് നമ്മുടെ ഈ മുതുകോരമലയിലേക്കുള്ള എൻട്രൻസ്. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു, പക്ഷെ അവർ ഗേറ്റ് വെച്ച് അടച്ചേക്കുവാണ്. കൊറോണ ആയതുകൊണ്ടാണ് എന്താ സംഭവം എന്ന് അറിയത്തില്ല. വൈഫ് അതിലെ പയ്യെ കയറി പോകുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ കയറി തുടങ്ങി അവിടെ തന്നെ ഇതുണ്ടല്ലോ, മലയൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണല്ലോ, നമ്മൾ മുതുകോരമലയുടെ ജസ്റ്റ് ഒന്ന് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കിടച്ച് തുടങ്ങി, മാസ്ക് ഒക്കെ പോയി താത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴെ വെച്ച് കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ കുഴപ്പമില്ല ചേട്ടാ, കയറാതിരിക്കാൻ നല്ലതെന്നൊക്കെ പറയുന്നു. പക്ഷേ 1 കിലോമീറ്റർ അല്ല 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ നടക്കാനുണ്ടെന്നാണ് പറയണേ. ഇവിടെ 1 മണിക്കൂർ നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് എവിടെ വരെ കയറാൻ പറ്റും അത്ര നിങ്ങളെ കാണിച്ചു. ഞങ്ങൾ മൊത്തം കയറും ഗ്യാരണ്ടി എടുക്കണില്ല, നോക്കാം അല്ലേ. അതെ, നോക്കാം. ഞങ്ങളിങ്ങനെ നടന്നൊരു പകുതി ആയിട്ടുണ്ട്. പകുതി ആയപ്പോൾ തന്നെ കുറച്ച് പോത്തുകളും ചെറിയൊരു വീടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വൈഫ് നടന്ന് മടുത്ത് എവിടെ വരെ എത്തുമെന്ന് അറിയത്തില്ല. ഇത് മൊത്തം കടുക്ക മരത്തിൻ്റെ എസ്റ്റേറ്റുകളാട്ടോ. ഞാൻ ഈ മരം ആദ്യം കാണുന്നതാണ്. അപ്പോൾ താഴെയുള്ള ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കടുക്കാമരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് കയറാൻ കിടക്കുവാണ്. റോഡ് ഇങ്ങനെ വരും. സാധാരണ ആൾക്കാർക്കൊക്കെ നടന്നു പോകാൻ പറ്റിയൊരു റോഡാണ്. അധികം കല്ലും മാല അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറിയേക്കാം. ബാക്കി ഇതൊരു ഷോർട്ട് കട്ട് വഴിയായിരുന്നു കേട്ടോ. ഇതിൽ ഇറങ്ങിയതാണ് കയറി വന്നതാണ് എൻ്റെ വൈഫ്. മൊത്തം പണി വളി ഊർന്നങ്ങ് പോകുന്നുണ്ട്. ശരിക്കും ഒരു വഴി ഇതിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ താഴെ ഇത് ഷോർട്ട് കട്ട് വഴിയുണ്ട് കേട്ടോ, അതിലേ പോകാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. മൊത്തം കുളമായി ഇരിക്കുന്നു, മടുത്ത്. എൻ്റെ ഡ്രസ്സൊക്കെ ചെളിയായി. പിന്നെ ഞങ്ങൾ ഇനിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് വനം പോലത്തെ ഉള്ള സ്ഥലമാണ്. അതെ, നല്ല തണുപ്പുണ്ടല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. ചോദിക്കുന്നവരൊക്കെ പറയണ ഇനി 1 മണിക്കൂർ താഴെ പറയുന്നു
1 മണിക്കൂർ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിപ്പോ. ഇപ്പോഴും പറയുന്നത് 1 മണിക്കൂർ. നോക്കാവേ. ഞങ്ങൾ നന്നായിട്ട് മടുത്തിട്ടുണ്ട്. മുതുകുരമനയുടെ പകുതിയായിട്ടുള്ളതാണ് തോന്നുന്നത്. അതായത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഫുള്ള് വനമാ. അയ്യോ നല്ല മലയാ. സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും പറ്റിയ സ്ഥലമല്ല. ട്രക്കിങ്ങിനൊക്കെ ഉള്ള പിള്ളേർക്ക് പറ്റിയ സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വരാമെന്നല്ല, കുറച്ചും കൂടെ കയറട്ടെ അല്ലേ. നോക്കാം. എനിക്ക് പേടിയായി വഴി കാണുമ്പോൾ. നിങ്ങൾ വഴി അഭിപ്രായത്തിലാണ് തിരിഞ്ഞ്. ഇതാണ് നമുക്കിനി കയറിപ്പോകാനുള്ള വഴി. അയ്യോ ഞങ്ങളിപ്പോൾ കയറി ഒരു കുറച്ച് ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കുള്ളൊരു വ്യൂ ആട്ടോ ഇത്. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് പകുതി എത്തിയപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ കുറേ അകലെയുള്ള മലയിലൊക്കെ മഞ്ഞ് കയറി കിടക്കുക. പിന്നെ പരുന്തൊക്കെ കരയുന്ന നല്ല സൗണ്ടുകൾ കേൾക്കാം. പല പല പക്ഷികളൊക്കെ കരയുന്ന നല്ല സൗണ്ടുകൾ കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പരുന്തൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. കിട്ടുവാണ് നമുക്ക് വീഡിയോ എടുക്കാം. ഇതുവരെയും കിട്ടിയില്ല. എങ്ങാണ്ടൊന്നും കാര്യമാണെന്ന് തോന്നുന്നത്. ഏട്ടൻ വേണേ പോയിട്ട് ചാരി നിന്നോളാം. അയ്യോ നമുക്ക് പോകാനുള്ള വഴി ഇങ്ങനെ മുകളിലോട്ടാട്ടോ ഇത്. അവര് പറയുന്നുണ്ട് വേറെ വഴിയുണ്ട്, നല്ല വഴിയെന്ന്. പിന്നെ ഷോർട്ട് കട്ട് കയറുന്ന എനിക്ക് തോന്നുന്നത്. ഇതൊരുമാതിരി കഷ്ടപ്പാടായല്ലേ. നിങ്ങൾ താഴോട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ അധികം കുറച്ച് കഴിയുമ്പോഴത്തേക്കും റോഡൊന്നുമില്ല, സാധാ റോഡാണ്. വനത്തിൽ കൂടെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് റോഡ്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് റോഡ്. ഇത് മരമൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള നിറച്ച് വലിയ മരങ്ങളാട്ടോ. ഇതുണ്ടോ, നിറച്ച് വലിയ മരങ്ങളും ഒടിഞ്ഞ് വീണ മരങ്ങളും ഒക്കെയാണുള്ളത്. ഉണ്ടോ, ഫുള്ള് വനം. ഇതേ വൈഫ് കയറി വരുന്നേ ഉള്ളൂ. പയ്യെ കയറി വരുന്നേ ഉള്ളൂ. അതെന്നെ പിടിക്കാനൊരു ശകലം പോലും സ്ഥലമില്ല. പോരട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന കോരമലയ്ക്ക് വരുവാണെങ്കിൽ കുറച്ച് വെള്ളമോ ഫുഡോ ഇതൊക്കെ കൈ കയറുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല ക്ലൈമറ്റ് അല്ലേ. ക്ലൈമറ്റ് നല്ല, പക്ഷെ നിരപ്പായ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയി നമുക്ക് കയറാൻ. അതെ, നോർമൽ ആൾക്കാർക്കൊന്നും വന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റൂല അല്ലേ. അറിയത്തില്ല, എനിക്കിപ്പോൾ ഹോമ ട്രക്കിങ് ചെയ്യുന്ന പിള്ളേരെ അവർക്കൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് എനിക്ക് പറ്റത്തില്ല. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് സത്യം. പക്ഷേ നീ വെള്ളം കുടിക്കുന്നുണ്ടോ? അതെ, വെള്ളം കുടിച്ചിട്ട് കയറാല്ലേ. വെള്ളം ഒരു ബോട്ടിൽ തീർന്നു കേട്ടോ. ഇനി ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ പേടിയാ. തീർന്ന എനിക്ക് കുടിക്കാനില്ലെങ്കിലോ. അതെ, വെള്ളമൊന്നും കിട്ടാതിരിക്കാൻ കിട്ടുമില്ല. വേണ്ടല്ലേ. ഇതാണ് കേട്ടോ ഞങ്ങൾ നടന്നു വന്ന വഴി. നിങ്ങൾ കാണണ്ടേ, ഇതാ ഞാൻ കുറച്ച് മുകളിലേക്ക് എത്തി. വൈഫ് താഴെ നിന്ന് കയറി വരുന്നേ ഉള്ളൂ. ഇതിലും ഭേദം തെങ്ങയിൽ കയറുന്നാന്ന് തോന്നുന്നു. തെങ്ങയിൽ കയറാൻ ഇത്രയും പാടില്ല. ശരിക്കും ഞങ്ങൾ ബംഗ്ലാവ് തപ്പി മടുത്ത്. നമുക്ക് ക്ഷമയ്ക്കൊരു പരിധി ഉണ്ടല്ലേ. ഒരു രക്ഷയില്ല. ഞങ്ങൾ മടുത്ത്. എന്നാലും ഞങ്ങൾ ബംഗ്ലാവിൻ്റെ അവിടെ വരെ എത്തിയിട്ടെങ്കിലും ഇവിടെ വരെ കയറിയതാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് നേരെ മുകളിലോട്ട് തന്നെ പോവാം. ഇപ്പോൾ ശരിക്കും ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പുൽമേടിൻ്റെ അകത്തോടെ ഇങ്ങനെ പോവാം. ബംഗ്ലാവ് തപ്പി. ബംഗ്ലാവ്. അയ്യോ ഇപ്പം നിരപ്പായല്ലേ. ഇപ്പം നല്ല പുൽമേടുകളും ഇവിടെ ശരിക്കും നല്ല വ്യൂ ഉണ്ട്. എന്നെ സംബന്ധിച്ച് നമുക്ക് പറ്റിയ സംഭവം അല്ല കേട്ടോ ഇത്. പക്ഷേ ട്രെക്കിങ്ങിനൊക്കെ പറ്റിയ വന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. നമുക്ക് എൻ്റെ പൊന്നെ മടുത്ത്. പിന്നെ നല്ലൊരു രസമുണ്ട്. മുകളിൽ വന്ന നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. ഞങ്ങൾ ശരിക്കും മോനെ കൊണ്ടുവരാമെന്ന് ആദ്യം ആലോചിച്ചു. ഇപ്പോൾ ആലോചിക്കും അവനെ കൊണ്ടുവരാൻ വലിയ നന്നായി. നമുക്ക് തന്നെ കയറി വരാൻ പറ്റുന്നില്ല. പിന്നെ അവന് ഞങ്ങൾ ശരിക്കും പുൽമേടിന്റെ അകത്താണ് നിൽക്കുന്നത് അല്ലേ. അതെ, നല്ല രസമല്ലേ. ഏട്ടാ മുന്നേ അടിച്ച് വിടുവാട്ടോ. ഞാൻ മടുത്തു. അന്ന് ഈ ബാഗൊക്കെ എൻ്റെ തോളത്തായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിച്ച്. ഞാൻ തല ഇറങ്ങി വീഴുമോന്ന് പോലും തോന്നി. ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ തട്ടി വീഴും. നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കാറ്റുണ്ട്. നമുക്ക് താഴെയുള്ള മലകളൊക്കെ കാണാം. കുറേ മലകൾ മഞ്ഞ് മൂടി കിടക്കുവാണ്. നമുക്കിനി ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം അല്ലേ.
ഇതാണ് ഇവർ പറയുന്നത് മുതുകോരമല്ല എന്നല്ലേ. ശരിക്കും ഇതിന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ സൈഡ് വഴി ഇങ്ങനെ നടന്നൊരു ശക്കലേ ഉള്ളൂ മുകളിലേക്ക് കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ വന്ന റോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം. അങ്ങ് താഴെ കിടപ്പുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ താഴെ കിടപ്പുണ്ട്. ഇനി ഇതാണ് ഇവർ പറയുന്ന ഈ ഒരു ബംഗ്ലാവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പഴയ കാലത്തെ ഒരു വീട്, വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ല. അകത്ത് ഡോറൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്. ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ ആണെന്നാണ് എനിക്ക് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. പ്രൈവറ്റ് ആൾക്കാരുടെ വീടാണ്, കോട്ടയത്തുള്ള ആളുടെ വീടാണെന്നാണ് അവർ പറഞ്ഞത്. ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് വ്യൂ ഒക്കെ നമുക്ക് നോക്കാം. കുത്തനെ കേറ്റാ. ഇതാണ് ശരിക്കും ഈ മലയുടെ ടോപ്പ്. നമ്മളിതിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എത്തി, ബംഗ്ലാവിൻ്റെ ഇവിടെ എത്തുക. കാൽ ദൂഷിക്കുന്ന ഇനി ആ മലയിലോട്ട് പോകണമെങ്കിൽ ഇതിലെ പുൽമേട് കൂടെ കയറി അങ്ങനെ പോകണം. പക്ഷെ നമ്മൾ ഈ വെച്ച് പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ മല മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ചോദിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെ അവിടെ ഉള്ളെന്നാ. അതെ, അപ്പം നമ്മൾ ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ബംഗ്ലാവിൻ്റെ അവിടെ വരെ എത്തി. മുകളിലത്തേന എന്നാ മല? അയ്യോ മുതുകുമലയുടെ ഒരു സൈഡിൽ വരെ എത്തി. ഇനി അങ്ങോട്ട് കയറാനായിട്ട് ഒരു രക്ഷയില്ല. വൈഫ് അടുത്ത് എല്ലാരും പറയണത് ഇങ്ങനെ കുത്തനെ കേറ്റാ, ഇതുപോലെ ഇപ്പൊ കേറി വഴി പോലെ തന്നെയാണ്. ഇപ്പൊ കേറി വഴി എങ്ങനെ ഇറങ്ങും? അല്ല, ഇപ്പൊ കയറിയേക്കാളും കുറച്ചും കൂടെ കഷ്ടമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ശരിക്കും നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ വന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിള്ളേരെ കേട്ട് ഭയങ്കര പാടാട്ടോ. ഞാൻ അപ്പൊ ആലോചിച്ച് കിച്ചണിൽ കൊണ്ടുവരാൻ അത്രയും നല്ലത്. പാവം പെട്ടുപോയത്. പിന്നെ നമ്മുടെ പുറകെ കാണുന്ന തന്നെയാ ബംഗ്ലാവ് കേട്ടോ. ആ കാണുന്ന ഊരിട്ട വീട് അതാണ് ബംഗ്ലാവ്. ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാതെ ഒരു സമാധാനമേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. കുറച്ച് പാടാണ്. ഞാൻ കയറിയപ്പോഴാണ് കുറച്ചുകൂടി ചോദിച്ചു, ചേച്ചി കയറിയതാണോന്ന്. എന്നെ എടുത്ത് കയറ്റുമ്പോഴുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കയറിയിട്ട് ചേച്ചി ഇത് കയറിയതാണോ അത് അവർക്ക് അതിശയം വരും. വെച്ചാൽ അത് കയറാൻ പാടാവുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ പയ്യെ താഴോട്ടങ്ങ് ഇറങ്ങാം അല്ലേ? അതെ, ഇറങ്ങാം. നല്ല ചൂടും ഉണ്ടല്ലേ. മോളിൽ പോയിരുന്നോ? ഇപ്പം നമ്മൾ കാണുന്നതാണ് ഈ പാറമേൽക്കാവ് ദേവീ ക്ഷേത്രം അല്ലേ? ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഈ പാറമേൽക്കാവ് ദേവീ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു വ്യൂ ഉണ്ട്. അതും വേണേ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം അല്ലേ? എന്തായാലും അടുത്ത് അല്ലേ? ഇറങ്ങി അധികം പോകണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇതിനെ ഏറ്റത്. ശരി, ഇതാണ് അവർ പറഞ്ഞ പാറമേൽക്കാവ് വ്യൂ പോയിന്റ്. ഇവിടെ പാറമേൽക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. പിന്നെ നമുക്ക് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്ന ഒരു വ്യൂ തന്നെയാണ്. പിന്നെ നമ്മൾ കയറിയ മുതുകോര മല കാണാൻ പറ്റും. ഇത് ആ മല, ആ കാണുന്നതാണ് നമ്മൾ മുമ്പ് കയറിയ മല. ആ മല കാണാൻ പറ്റും. പിന്നെ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ഒരേപോലത്തെ ഒരു വ്യൂ തന്നെയാണ് കാണുന്നല്ലേ. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല അതിൻ്റെ അകത്ത്. പിന്നെ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആ ഒരു വ്യൂ ഉണ്ട് അല്ലേ? ഇവിടെയും പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനായിട്ടൊരു വ്യൂ ഒന്നുമില്ല. എല്ലാം എങ്ങോട്ട് നോക്കിയാലും ഒരേ വ്യൂ അല്ലേ?
അപ്പം ഞങ്ങൾ മുതുകോര പോലെ കയറി ഒരു രക്ഷയില്ലായിരുന്നു, മടുത്ത് ടയേർഡായി. അപ്പം ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ലാന്നുള്ളത് എല്ലാരും ചോദിക്കുന്നതൊക്കെ കേട്ട് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒന്നും കാണാനില്ലാന്നാ പറഞ്ഞത്. ഞങ്ങള് പോയത് എവിടെ പോയത്, നമ്മളാ ഇതിന്റെ അടുത്ത് വരെ പോയത്, ബംഗ്ലാവിന്റെ അടുത്ത് വരെ പോയല്ലേ. പക്ഷെ ഒന്നും സംഭവമൊന്നും ഇല്ല അവിടെ. അവിടെ ഞാൻ ചെന്നപ്പോ എല്ലാം ഒരേപോലത്തെ. എല്ലാരും പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാന്നാ പറയുന്നത്. പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലമാണെന്നുള്ള വേറെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ അല്ലേ. ഹൈറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കും ട്രക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പോകാം, പക്ഷെ ഫാമിലി ആയിട്ട് പാടാട്ടോ. അതെ അതെ, ഫാമിലി ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങളത് റിസ്ക് ആണ്, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അത് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഞങ്ങളെയാണെങ്കിലും ഞാൻ വീണ ഒന്നൊന്നും അല്ല, 2-3 പ്രാവശ്യമൊക്കെ വീണു. വൈഫ് 2 തവണ തെന്നുകയും ചെയ്ത്, ഞാനും തെന്നുകയും ചെയ്തു. പല ആൾക്കാരോട് വീഴുന്ന നമ്മൾ ലൈവ് കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പോകുമ്പോ അത് ടേക്ക് കെയർ ആയിരിക്കണം അല്ലെ, ഭയങ്കര സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. പിന്നെ എന്താ പറയാനായിട്ട്, ആ ഒരു സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയ അത്ര ഒരു ഇതൊന്നും നമ്മൾ അതിന്റെ അത് കണ്ടായിരുന്നോ? എനിക്ക് തോന്നിയില്ല. എനിക്ക് അതിനകത്ത് വലിയ തോന്നിയില്ല. ഇഷ്ടമുള്ള ആൾക്കാർ കാണുമായിരിക്കണം, അതും നെഗറ്റീവ് ആണല്ലോ. ഇഷ്ടമുള്ള ആൾക്കാർ കാണുമായിരിക്കാം, അല്ല അവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നമുക്ക് പറ്റിയില്ല. നമ്മുടെ നമുക്ക് പറ്റിയില്ല. അപ്പൊ മൊത്തത്തില് എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? അതെ, ഇതാണ് ഞങ്ങളുടെ വ്യൂ, പേഴ്സണൽ വ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കുള്ളെങ്കിൽ പോയി കാണുക. എല്ലാരും തീർച്ചയായിട്ടും പോയി കാണണം. പിന്നെ വന്ന ആൾക്കാർക്ക് പറയുന്ന വെച്ചാല് ഒന്ന് വന്നാ പിന്നെ വരികയെന്നൊക്കെ അവിടെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ഏട്ടൻ ചുമ്മാ മേഡം ചോദിച്ചു ഇതിനു മുമ്പ് വന്നാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഇതിനു മുന്നേ വന്നാണെങ്കിൽ രണ്ടാമത് ഞാൻ വരത്തില്ലായിരുന്നല്ലോ, ഇതിനു മുമ്പ് പേട്ട ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെന്നൊക്കെ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും ഒരേ ഒരു വ്യൂ തന്നെ ഞങ്ങൾക്ക് തോന്നിയതല്ല, പ്രത്യേകിച്ച് ഒരു സംഭവം നമ്മളവിടെ കണ്ടില്ല. പിന്നെ ആ ഒരു ഫോറസ്റ്റിനകത്തോട്ട് കയറുമ്പോ ഒരു നല്ലൊരു കാറ്റ്, തണുപ്പ്, ആ ഒരു ഫീല് അതെ. പിന്നെ ബംഗ്ലാവിനോട് പോയിരുന്ന കുറച്ച് ഇരിക്കാം, നമുക്ക് ആശ്വാസം, കുറച്ച് നടന്ന് വന്ന് ഇരുന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം. അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഞാനും കണ്ടില്ല അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണല്ലോ. നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യണില്ല, കിട്ടണില്ല എന്നൊക്കെ അറിയാൻ പറ്റി. സബ്സ്ക്രൈബ് ചെയ്താൽ എപ്പിസോഡ്സ് കാണാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.